Hey everyone, let's see what I eat. No, what we eat. ഞങ്ങൾ എന്താണ് കഴിച്ചതെന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന സ്പോട്ട് എവിടെയല്ല, നമ്മുടെ KR ബേക്കറിയിലാണ്. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓപ്പൺ ചെയ്ത് പോകുമ്പോൾ തന്നെ നമ്മുടെ കണ്ണും മനസ്സും ഒക്കെ നിറയ്ക്കുന്ന രീതിക്ക് സ്നാക്സ് ആണെങ്കിലും ഡെസേർട്ട് ഐറ്റം ആണെങ്കിലും സ്വീറ്റ്സ് ആണെങ്കിലും എല്ലാം തന്നെ ഉണ്ട്. ഇനി നമുക്ക് നേരെ പോയി സീറ്റ് എടുത്തിട്ട് മെനു നോക്കണം. അതാണല്ലോ ആദ്യത്തെ ചടങ്ങ്. ആദ്യമേ തന്നെ കയറി ചെന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണിലുടക്കിയതാണ് ഈ ജാം റോള്. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടറായിട്ട് ജാം റോളിൽ നിന്ന് തന്നെ തുടങ്ങി. നല്ല ടേസ്റ്റി ആൻഡ് നല്ല കിടലിനായിട്ടുള്ള ഒരു ജാം റോളായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് നാളായിട്ട് ഇങ്ങനെ തോന്നിയിട്ട് വാങ്ങിയൊരു ജാം റോളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പണ്ടത്തെ ആ ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ വന്ന് അതിനുശേഷം നമ്മളൊരു വാനില സ്കൂപ്പാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ടേസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സൂപ്പർ കിടിലൻ ടേസ്റ്റായിരുന്നു. നട്ട്സും ബദാംസൊക്കെ ആണെങ്കിലും കുറേ അധികം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 സോഡ ലൈമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും അങ്ങനെ കുറച്ച് വീതം കുടിച്ച് അതിനുശേഷം നമ്മൾ ഫിഷ് ഫിംഗറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ഫിഷ് ഫിംഗറും വന്നെത്തി. ഫിഷ് ഫിംഗർ എനിക്ക് അത്രത്തോളം ഒരു ടേസ്റ്റി ഫീൽ ചെയ്തില്ല. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത അത്രയും ഒരു ടേസ്റ്റ് എനിക്ക് ഫിഷ് ഫിംഗറിൻ്റെ കാര്യത്തിൽ കിട്ടിയില്ല. ഇനി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ലോഡഡ് ഫ്രൈസ് ആണ്. ഇങ്ങനെ ഒരു ലോഡഡ് ഫ്രൈസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നോർമലി ലോഡഡ് ഫ്രൈസ് കൂടുതലും കഴിക്കുന്നത് ചിക്കനിലാണ്. അതോടൊപ്പം തന്നെ ഞാൻ കഴിച്ചിട്ടുള്ള ലോഡഡ് ഫ്രൈസ് പുറത്തുനിന്നാണെങ്കിലും ആ ഒരു ചിക്കൻ ബേസ് ആയിട്ടുള്ള രീതിക്കാണ് കണ്ടിട്ടുള്ളത്. ഇത്രയും ഡെക്കറേഷനോട് കൂടി ഒരു ലോഡഡ് ഫ്രൈസ് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ചീസൊക്കെ ഇങ്ങനെ വാരി ഒഴുകി കിടക്കുമായിരുന്നു. പിന്നെ ടേസ്റ്റ് വൈസ് ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. കാരണം എനിക്ക് ചിക്കൻ ലോഡഡ് ഫ്രൈസ് തന്നെയാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞങ്ങളൊരു വനില സ്കൂപ്പും ഓർഡർ ചെയ്തിട്ട് ഈ ആഗ്രാപ്പേട കണ്ടപ്പോൾ ആഗ്രാപ്പേടയും വാങ്ങി. പിന്നെ ഉമ്മച്ചി പറഞ്ഞ ഒരു പായസം മിക്സ്, അതായത് ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് ഉണ്ട്. ഡബിൾ ഹോഴ്സിൻ്റെ ഇൻസ്റ്റൻറ്റ് പാലട മിക്സും വാങ്ങി. പാലട എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആണ് പായസത്തിൽ. സോ അതുകൊണ്ടിട്ടാണ് ആ ഒരു പായസം മിക്സ് നമ്മൾ വാങ്ങിയത്. പിന്നെ അവിടെ ഇരുന്ന കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ വിലയൊക്കെ നോക്കി. മിക്സഡും അല്ലാണ്ട് മിക്സഡ് അല്ലാണ്ട് ഉള്ളതും ഒക്കെ നമുക്ക് പല വെറൈറ്റീസ് ഓഫ് ഡ്രൈ ഫ്രൂട്ട്സ് കാണാൻ പറ്റി. സോൾട്ടഡ് ആയിട്ടുള്ളത്, അതായത് റോസ്റ്റഡ് വിത്ത് സോൾട്ടഡ്, ഇതിൻ്റെ റേറ്റ് വരുന്നത് 900 സംതിങ് റുപ്പീസാണ്. 87 ഓർ ഇത് 300 സംതിങ് റുപ്പീസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബില്ലൊക്കെ പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഫൈനലി നമ്മുടെ വണ്ടി കയറി. ഇത് എന്തിനാണ് പോയെന്നൊക്കെ ഉള്ള അപ്ഡേറ്റ് ഞാൻ പിന്നെ പറയാം. ടാറ്റാ. സോറി ഗൈസ്, ഇത് ഇന്ത്യൻ ബേക്കറിയാണ്, KR അല്ല കേട്ടോ.